മലയാള സിനിമ അടിമുടി മാറുകയാണ്. 2023 വരെ 95% സിനിമകളും നഷ്ടത്തിൽ കലാശിച്ചിരുന്ന കാലത്തിൽ നിന്നും ഒരു ചൂടുമാറ്റം. തമിഴ് സിനിമകൾ 200 കോടി കടക്കുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു നിന്നിട്ടുണ്ട്. പക്ഷേ 2024 റിലീസായ മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമയ്ക്കും ചിലതൊക്കെ ചെയ്യാനാകുമെന്ന് തെളിയിച്ചു. 20 കോടി മുടക്കി നിർമ്മിച്ച സിനിമ 242 കോടി കളക്ട് ചെയ്തു. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഫിലിം തകർത്തോടി. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവർക്കൊപ്പം പുതുമുഖ താരങ്ങളുടെ സിനിമകൾ വരെ കോടികൾ വാരി. സിനിമ വിജയിക്കാൻ മുൻനിര താരങ്ങളുടെ സാന്നിധ്യം അനിവാര്യത അല്ലെന്ന് ആലപ്പുഴ ജിംഖാന, വാഴ, ചത്താപ്പച്ച തുടങ്ങിയ ചിത്രങ്ങളുടെ വിജയം തെളിയിക്കുന്നു. 2025 ജനുവരിയിൽ റിലീസായ രേഖ ചിത്രമാണ് മലയാള സിനിമയുടെ തലരേഖ മാറ്റിവരയ്ക്കലിന് തുടക്കമിട്ടത്. ലോ ബഡ്ജറ്റിൽ ചിത്രീകരിച്ച ഈ സിനിമ 65 കോടി കളക്ട് ചെയ്തു. തൊട്ടടുത്ത മാസം 13 കോടി ചെലവിട്ട് നിർമ്മിച്ച കുഞ്ചാക്കോ ബോബൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി 54 കോടി കളക്ഷൻ നേടി. മാർച്ചിലാണ് പൃഥ്വിരാജിൻ്റെ ബിഗ് ബഡ്ജറ്റ് ഫിലിം എമ്പുരാൻ റിലീസായത്. 175 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ സിനിമ 260 കോടിയാണ് നേടിയത്. 2025 ഏപ്രിൽ 25-ന് മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന തുടരും എന്ന സിനിമ തിയേറ്ററുകളിലെത്തി. 15 കോടി മാത്രം മുടക്കിയ സിനിമ 234 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടി. ഇതിനിടയിൽ ഒരു അപ്രതീക്ഷിത വിജയമുണ്ടായി. പ്രധാന താരങ്ങളൊന്നുമില്ലാതെ ഷൂട്ട് ചെയ്ത ആലപ്പുഴ ജിംഖാന 65 കോടി കളക്ട് ചെയ്ത് ഏവരെയും ഞെട്ടിച്ചു. വെറൈറ്റി കഥയും അവതരണ രീതിയും മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമാണ് 12 കോടി മുടക്കി 65 കോടി കൊയ്യാൻ ഈ സിനിമയെ പ്രാപ്തമാക്കിയത്. ഓണത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് 28-ന് 2 ചിത്രങ്ങളാണ് റിലീസായത്. ലോക ചാപ്റ്റർ 1-ഉം മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വവും. ലോകയോട് പിടിച്ചു നിൽക്കാൻ ഹൃദയപൂർവ്വത്തിനായത് ഓണം വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് പറയേണ്ടി വരും. ചെറിയ താരങ്ങളോ അണിനിരത്തി 30 കോടിയിലൊരുക്കിയ ലോക കൊയ്തത് 300 കോടി. അതേസമയം അതേ ബഡ്ജറ്റിൽ ഒരുക്കിയ ഹൃദയപൂർവ്വം കളക്ട് ചെയ്തത് 76 കോടി മാത്രം. 4-5 വർഷങ്ങളായി ഫ്ലോപ്പ് സിനിമകളുടെ ഭാഗമായ നിവിൻ പോളിക്ക് കിട്ടിയ ഒരു സർപ്രൈസ് വിജയമായിരുന്നു സർവമായ. 2025 ക്രിസ്മസ് ദിനത്തിൽ റിലീസായ സിനിമ 100 കോടി കളക്ഷൻ നേടി. പ്രണവ് മോഹൻലാലിൻ്റെ ഡൈസ് ഏറെ 20 കോടി ബഡ്ജറ്റിലൊരുക്കിയ സിനിമയാണ്. 82 കോടിയാണ് കളക്ഷൻ. 2025 വിജയിച്ച 12 സിനിമകളെല്ലാം കൂടി കളക്ട് ചെയ്തത് 1253 കോടി രൂപയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കലണ്ടർ ഇയറിൽ 1200 കോടിക്ക് മുകളിൽ മൊത്തം ലാഭം നേടുന്നത്. 2026 ജനുവരിയിൽ റിലീസായ ചത്താപ്പച്ച 12 കോടി മുടക്കി 35 കോടി കൊയ്തു. ജനുവരി 30-ന് റിലീസായ പ്രകമ്പനം ലോ ബഡ്ജറ്റ് സിനിമയായിരുന്നു. നിർമ്മാണ ചെലവ് 4 കോടി. പക്ഷേ സിനിമ കളക്ട് ചെയ്തത് 22 കോടി. മാർച്ചിൽ റിലീസായ ജയസൂര്യയുടെ ആട് 3 120 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഏപ്രിൽ 4-ന് റിലീസായ വാഴ 2-ഉം ലോ ബഡ്ജറ്റ് ഫിലിമാണ്. 10 കോടി മാത്രം മുടക്കിയ വാഴ 2 3 ആഴ്ചകൾ കൊണ്ട് 200 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു.